പത്തനാപുരം കടയ്ക്കാമണ്ണിൽ ആളില്ലാതിരുന്ന 2 വീടുകളിൽ മോഷണം. CCTV ക്യാമറ തകർത്താണ് മോഷണം നടത്തിയത്. വീടിന്റെ കതക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചും വെട്ടിപ്പൊളിച്ചുമാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത്. കടയ്ക്കാമണ്ണിൽ ശിവോഹം വീട്ടിൽ അഖിൽ, തച്ചിരേത്ത് വീട്ടിൽ TG എബ്രഹാം എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമം നടന്നത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ഇത് പിറവന്തൂർ പഞ്ചായത്തിലെ കിഴക്കേമുറി വാർഡിൻ്റെ ഭാഗമായ കടയ്ക്കാമൺ പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ അടുത്തടുത്ത 2 വീടുകളിൽ കഴിഞ്ഞ ദിവസം കള്ളം കയറുകയുണ്ടായി. അവർ വീട് എന്തോ ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് പൂട്ട് പൊളിച്ച് അടച്ചിട്ടേക്കുന്ന വെളിയിലുള്ള ആൾക്കാരാണ്. അപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ 1-2 പേരും പ്രായമായ ആൾക്കാരും മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് അടിയന്തരമായിട്ട് തന്നെ നടപടി എടുക്കണം. ഇനി അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. അവരുടെ CCTV അടുത്ത വീടുകളിൽ CCTV ഉള്ളത് തിരിച്ചു വെച്ചിട്ടാണ് അവർ കയറിയത്. തോന്നുന്ന രീതിയിൽ ഒരു ചെറിയ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു അടിയന്തരമായിട്ടുണ്ട്. 3 വീടുകളിലോളം കയറിയിട്ടുണ്ട്. 2 വീടുകളിലാണ് ഒരുപാട് നാശനഷ്ടം നടത്തിയിരിക്കുന്നത്. ഒരു വീട്ടിലെ ക്യാമറ മാത്രം തിരിച്ച് അവരുടെ വീട്ടിൽ ബെല്ലടിച്ചിട്ട് അവർ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നെ വേറൊരാൾ കണ്ടു, ഇങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോൾ കണ്ടു. അങ്ങനെ 2 പേര് ഓടുന്ന കണ്ടുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്ക് ദൂരം മാറി ഓടിപ്പോയി. ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ ഒരു വീട് മാത്രമേ കണ്ടിരുന്നുള്ളൂ, ഒരു വീട്ടിൽ മാത്രമേ കയറിയുള്ളൂ എന്നാണ് കരുതിയത്. ഇന്ന് നോക്കിയപ്പോൾ വീണ്ടും തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പോലീസുകാർ വിളിച്ചപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ അറിയിച്ചു. അവരെത്തി അവർ എല്ലായിടവും പരിശോധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് നടപടി ഉണ്ടാകുന്നു. കതകുകൾ പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. വീട്ടുകാർ സ്ഥലത്തെത്തിയാൽ മാത്രമേ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടമായോ എന്നറിയാൻ കഴിയൂ. അപ്പൊ പക്ഷെ ആ അടിമാറ്റിട്ട് അവരെങ്ങനെ വരുമ്പോ ഒന്ന് താമസിക്കാനുണ്ട്. അലമാരകളും മേശകളും തകർത്ത് തുണികളും മറ്റും വാരി വിതറിയ നിലയിലാണ്. അഖിലിന്റെ വീട്ടുകാർ ഡൽഹിയിലും എബ്രഹാമിന്റെ വീട്ടുകാർ വിദേശത്തുമാണ്. വീട്ടുകാരുടെ വിവരങ്ങൾ അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. അടുത്തടുത്ത വീടുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്. പത്തനാപുരം, കടയ്ക്കാമൺ, പിടവൂർ, അലിമുക്ക്, പിറവന്തൂർ, ഇടത്തറ മേഖലകളിലും വീടുകളിലും ആരാധനാലയങ്ങളിലും മോഷണ പരമ്പര ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും ശരിയായ അന്വേഷണം നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മോഷണത്തിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളികളെയും സംശയിക്കുന്നുണ്ട്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.